മരണത്തോടുകൂടി ജീവിതം അവസാനിപ്പിക്കുന്നില്ല, ജീവിതം ആരംഭിക്കുകയാണ്. ബർസഖി ജീവിതം, ഖബർ ജീവിതം, അത് ഭയാനകമായ കാഴ്ചയാണ്, അത് ഭയങ്കരമായ കാഴ്ചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഖബറിലെ ചില കാഴ്ചകൾ കാണിച്ചു കൊടുത്തു. അതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നോ, മാ റഅയ്തു മൻദറൻ ഖത്ത് ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു. ഞാൻ കണ്ട ദുഷിച്ച കാഴ്ചകളിൽ, ഭീകരമായ കാഴ്ചകളിൽ ഖബറിൽ കിട്ടുന്ന ശിക്ഷകളെക്കാളും ഭീകരമായ മറ്റൊരു കാഴ്ചയില്ല. പ്രിയമുള്ളവരെ, ഖബർ എന്ന് പറഞ്ഞാൽ കേവലം നാം കിടക്കുന്ന ആ 6 അടി മണ്ണ് മാത്രമല്ല, മറിച്ച് മരിച്ചതിന് ശേഷം മരണാനന്തരമുള്ള പരലോകത്തേക്ക് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന്റെ ഇടയിലുള്ള ആ കാലയളവ്, ബർസഖി ജീവിതം, നമ്മുടെ നന്മകൾക്കനുസരിച്ച് സന്തോഷവും നമ്മുടെ തിന്മകൾക്കനുസരിച്ച് ദുഃഖവും പേറേണ്ടി വരുന്ന ആ ഖബറും കഴിഞ്ഞ് നാളെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു രംഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ എന്ന മലക്കിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആദ്യ തവണ കാഹളത്തിൽ ഊതുമ്പോൾ ഈ ലോകത്തുള്ളത് മുഴുവൻ ചലനമറ്റു പോവുകയും വീണ്ടും ഒരിക്കൽ കൂടി കാഹളത്തിൽ ഊതുമ്പോൾ മുഴുവൻ മനുഷ്യരും എഴുന്നേറ്റ് വരികയും ചെയ്യും. എന്നിട്ട് റബ്ബിലേക്ക് പോകും. അല്ലാഹു പറയും, ലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. എടോ, നിന്നെ സഹായിക്കാൻ ആളില്ലാതെ ഒറ്റപ്പെട്ടവനായി ഇതാ ഇന്ന് നീ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്ന ഒരു രംഗമുണ്ട് സഹോദരങ്ങളെ.